കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ സരസ് മേള ചെങ്ങന്നൂരിൽ നടന്നു വരികയാണ്. 2025 ജനുവരി 18 മുതൽ 31 വരെയാണ് പരിപാടി. പ്രവേശനം സൗജന്യമാണ്. അവിടെ നിന്നപ്പോൾ കണ്ട ഒരു സൺസെറ്റാണ് ആ പ്രദർശന ഹാളിൽ, ആ മേളയിൽ നിന്ന് കഴിയുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ സൺസെറ്റാണ്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്ത് വീഡിയോയിൽ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ കലാപരിപാടികൾ എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ആൾക്കാരും വരുന്നുണ്ട്. അപ്പം കലാപരിപാടികൾ, വൈകുന്നേരത്തെ കലാപരിപാടികൾ നടക്കുന്ന ഹാളാണ്, വലിയൊരു ഹാളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഇരുന്ന് ഓരോ പരിപാടികൾ ആസ്വദിക്കാനും എല്ലാ സൗകര്യങ്ങളും നല്ല ക്രമീകരണങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ പൊതുവായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വലിയൊരു പരിപാടിയാണ് ഇത് നടക്കുന്നത്. ശരിക്കും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. 450 തരം സ്റ്റാളുകളുണ്ട്. 2 ലക്ഷം ചതുരശ്ര അടിയിലാണ് ഈ 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 12,130 കുടുംബശ്രീ യൂണിറ്റുകളുടെ സമ്പൂർണ്ണ സാന്നിധ്യം ഇവിടെയുണ്ട്. ഈ ഭയങ്കര ഇതുണ്ട്. ഈ സ്റ്റാൾ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു നിലത്തോട്ടൊരു കമ്പി അടിച്ചിട്ടാണ് ഇത്. വലിയ സ്റ്റാളാണ്, ഫുൾ AC ചെയ്തിട്ടുള്ള സ്റ്റാളാണിത്. അതൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതുണ്ട്, കേരള സ്റ്റേറ്റിൻ്റെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. പഴയ ഒരു വണ്ടിയാണ്, സിനിമ പിടിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ കേരള സ്റ്റേറ്റിലെ ഒരു വണ്ടിയാണ്. പിന്നെ ആ വണ്ടിയിൽ തന്നെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, KSFDC ഔട്ട്ഡോർ യൂണിറ്റാണ്, പവർ സപ്ലൈ ആണ്. ആ പവർ സപ്ലൈ യൂണിറ്റുണ്ട്. ഇതുകൊണ്ട് ഇഷ്ടം പോലെ പവർ സപ്ലൈ യൂണിറ്റുകൾ അവിടെ കിടപ്പുണ്ട്. ഇതതിൻ്റെ പവർ സപ്ലൈ വന്നിട്ട് സെറ്റിൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പവർ സപ്ലൈ കൺട്രോൾ, ഇതിലേക്കുള്ള എല്ലായിടത്തേക്കുള്ള സപ്ലൈ ഒക്കെ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പവർ സപ്ലൈ യൂണിറ്റുകൾ കണ്ടമാനം വണ്ടിയിൽ വന്ന് കിടപ്പുണ്ട്. 1, 2, 3, 4 എണ്ണാൻ പറ്റാത്ത പോലെ പവർ സപ്ലൈ, അഡീഷണൽ പവർ സപ്ലൈ ആണ്. കറണ്ട് എന്തെങ്കിലും ഫെയിലിയർ ആവുമോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഇതൊന്നും ഇപ്പോൾ ഓൺ ചെയ്തിട്ടില്ല, എല്ലാം അവിടെ നിർത്തിയിട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. കറണ്ട് പോവുമോ അല്ലെങ്കിൽ അഡീഷണലായിട്ട് കൂടുതലായിട്ട് കറണ്ട് എന്തെങ്കിലും വേണ്ടി വന്നെങ്കിൽ മാത്രം ഉപയോഗിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഹാളിൻ്റെ ചുറ്റുവട്ടമൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഏരിയ ഉണ്ട് അവിടെ, നമുക്കൊന്ന് വണ്ടി പാർക്ക് ചെയ്യാനും അതുപോലെ ആൾക്കാർക്ക് നടക്കാനും ഒക്കെയുള്ള നല്ല ഏരിയ ഉണ്ട്. സ്റ്റേഡിയം പണിത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പം ആൾക്കാർ അതെല്ലാം നല്ലപോലെ ക്രൗഡ് സന്ധ്യയാകും തോറും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി